ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചേട്ടൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ മീൻ പിടുത്തമാണ്. ഉറങ്ങാനും കഴിക്കാനും വേണ്ടി മാത്രം കയറും വീട്ടിൽ. പിന്നെ മീൻ പിടിക്കാനുള്ള ഗ്യാങ്ങും ഉണ്ട്. പിന്നെ മാമൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. ഓണത്തിൻ്റെ അവധിക്ക് വന്നു നിന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നതിൻ്റെ തലേദിവസം എടുത്ത വീഡിയോ ആണ്. ഈ പാടത്തൊന്നും പിടിച്ചുകൊണ്ട് വന്ന മീനാണിത്. പിള്ളേരാണെങ്കിൽ അതിനെ തൊടാനുള്ള തിടുക്കത്തിലാണ്. അപ്പോൾ ചേട്ടൻ വഴക്ക് പറയുന്നുണ്ട്, പിടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബക്കറ്റിലേക്ക് ഈ മീനെ ഇടുവാണ്, വെള്ളം മാറ്റി കൊടുക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് മീൻ പിടിക്കാൻ പോകുമ്പോഴൊക്കെ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട്, മസാല പുരട്ടി വെച്ചോ, ഫ്രൈ ചെയ്യാനൊക്കെയാണെന്നൊക്കെ പറയാം. അപ്പോൾ ഞാനും അമ്മയും കളിയാക്കും, ചെറിയ മീനെ പിടിച്ചുകൊണ്ട് വരാനാന്നൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും കളിയാക്കും. നേരത്തെ പുഴയിൽ നിന്നൊക്കെ ചെറിയ മീനെ പിടിച്ചു, ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും തന്നെ ഞെട്ടിപ്പോയി. ഇത് പിന്നെ പാത്രത്തിലേക്ക് മാറ്റുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ, ഓരോ നാട്ടിൽ ഓരോ പേരിലാണല്ലോ പറയുക. അപ്പോൾ ഇതിന് പേര് ചേട്ടൻ പറയുന്നുണ്ട്, അമ്മയും പറയുന്നുണ്ട്. പക്ഷേ ഇതിലെന്താണെന്ന് ഇപ്പോൾ പറയാൻ എനിക്കറിഞ്ഞൂടാ. അപ്പോൾ കണ്ടില്ലേ, നല്ല നീളമുള്ള മീനൊക്കെ തന്നെയായിരുന്നു. അതിപ്പോൾ ഫ്രൈ ചെയ്യാൻ, കറി വെക്കാൻ പറ്റില്ല, എന്തായാലും ഫ്രൈ ചെയ്യാനേ പറ്റുള്ളൂ. അതെന്തായാലും ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റുന്ന വീഡിയോ ആണ് ഇത്. പിന്നെ പിടിക്കുന്നത് അമ്മയാണ്, കൈകൊണ്ട് പിടിക്കുന്നുണ്ട്. എനിക്കാണ് ഇങ്ങനെ മീനിങ്ങനെ പിടയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിടിച്ചിട്ടില്ല. ഇത് തലേദിവസം രാത്രി എടുത്ത വീഡിയോ ആണ്. ചേട്ടൻ്റെ അനിയൻ സിവിയും പളനിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞങ്ങളിങ്ങനെ തുറന്നു നോക്കുകയാണ്. ആദ്യം തന്നെ കണ്ടില്ലേ, ഇതൊരു ഭസ്മമാണ്. അതിന് നല്ല മണമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ പഞ്ചാമൃത്, 5 സാധനങ്ങൾ കൂടി ചേർന്ന പഞ്ചാമൃതം ഭയങ്കര ടേസ്റ്റാണ്. അത് 4-5 കുപ്പി മേടിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും കൊടുക്കാം, അവർക്ക് കൂട്ടുകാർക്ക് കൊടുക്കാം, വീട്ടിൽ ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് കൽക്കണ്ടം, പിന്നെ മുന്തിരി, പിന്നെ ഈത്തപ്പഴം, ഏലക്കായ എല്ലാതും കൂടിയതാണ് ഈ പഴം. എല്ലാതും കൂടിയ പഞ്ചാമൃതം. കുങ്കുമം ഒരു പാക്കറ്റിലൊക്കെ ആക്കിയാണ് കൊണ്ടുവന്നത്. അതിങ്ങനെ ഞങ്ങൾ നോക്കുകയാണ്. പിന്നെ എന്തോ ലഡു പോലത്തെ ഒരു പ്രസാദം ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതെല്ലാവരും കൂടെ ഇങ്ങനെ നോക്കുക ആകാംക്ഷയിൽ. പിന്നീട് ഉണ്ടായിരുന്നത് നിലക്കടല. ഞാൻ കപ്പലണ്ടി എന്നൊക്കെയാണ് ഞങ്ങൾ പറയാറുള്ളത്. അപ്പോൾ നിലക്കടല അത് പച്ചയാണ്, അത് വേവിച്ച് പുഴുങ്ങിയെടുക്കാനും നമുക്ക് അത് കപ്പലണ്ടി വറുക്കാനൊക്കെ പറ്റും കേട്ടോ. അത് ഒരു കെട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തുറന്ന് നോക്കുക. അപ്പോൾ കൂടെ ചേട്ടനുണ്ട്, അമ്മയുണ്ട്, പിന്നെ സിബിയുണ്ട്, ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ തുറന്ന് നോക്കുക. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പത്തനംതിട്ടയിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ഓണത്തിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞു. മാമൻ്റെ കുട്ടികളും പിന്നെ വല്യമ്മയൊക്കെ ഉണ്ട്. ഞങ്ങൾ പോകുന്ന ബാഗൊക്കെ പുറത്തേക്കാക്കി ഞങ്ങൾ പോകും. പിന്നെ കുമ്പടിയിലെത്തിയപ്പോൾ വേറെ ബസ് കയറിയിട്ട് വേണം. കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അപ്പം ബസ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബസ്സിന് കയറി ഞങ്ങൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. അതിന് മുമ്പ് കുറച്ച് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ അനിയത്തിയുണ്ട്, അവൾ എന്തായാലും ഒരു 5-6 ദിവസം വീട്ടിലുണ്ട്, ഓണത്തിന് അവധിയുണ്ടല്ലോ. അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും ചിപ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പിന്നെ അവിടെ പോയി ടിക്കറ്റൊക്കെ ചേർന്നെടുത്തു. പിന്നെ ഇത് ഷൊർണൂരേക്കുള്ള ട്രെയിനാണ്. നേരിട്ടുള്ള ട്രെയിൻ 10 മണിക്കുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 11:30 അപ്പോൾ ഇനി 1:30 ഉള്ളൂ. 2 മണിയൊക്കെ ആവും കുറ്റിപ്പുറം എത്താൻ. പിന്നെ 2:30 തിരുവല്ലയിലേക്ക് നേരിട്ടുള്ള ട്രെയിൻ. ഇപ്പോൾ ഒരു 7-8 മണിക്കൂർ നീണ്ട യാത്രയാണ്. അതുകൊണ്ട് ഞങ്ങൾ കയറിയപ്പോൾ തന്നെ വലിയ തിരക്കൊന്നും ഇല്ല. വേണ്ടോ, ഇത് ട്രെയിൻ എടുക്കാറാകുമ്പോഴത്തേക്കും ആൾക്കാർ കൂടും. എറണാകുളം ആ ഭാഗമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു സാധനം കുറച്ചുള്ളൂ, പറ്റിക്ക് തോന്നുന്നുണ്ട്. മുമ്പേ കാണിച്ച വീഡിയോയിൽ ചേട്ടന് 30 രൂപയുടെ ലേസ് മേടിച്ചു. അത് നിറയെ കാറ്റാണെന്ന് പറഞ്ഞ് അതിൻ്റെ പ്രതിഷേധം കാണിച്ച വീഡിയോ ആണ് മുമ്പ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ അതുവഴിയൊക്കെ നടക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ 7 മണിയൊക്കെ ആയപ്പോഴത്തേന് തിരുവല്ലയിൽ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്തതുകൊണ്ട് ഭയങ്കര തലവേദനയും ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ അവന് മൂഡ് വന്നില്ല. പിന്നെ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരുവല്ലയിലെത്തി. പിന്നെ നേരിട്ട് 7:30 ബസ്. ഇനി എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഞാൻ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.